നമസ്കാരം. ശ്രാവസ്തി. ബുദ്ധൻ അവിടെ ഇരിക്കുന്നു. ബുദ്ധന്റെ ശിഷ്യന്മാര് ആനന്ദൻ തുടങ്ങിയവരും ഉണ്ട്. ബുദ്ധൻ 2000 കൊല്ലം മുമ്പത്തെ കാര്യം നമ്മൾ പറയേണ്ട കാര്യം. ഇന്ന് ഇത് കേൾക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ ബാധകമായ കാര്യം പറയുമ്പോഴാണ് അതിന് പ്രാധാന്യം. അല്ലാതെ നമ്മൾ ബുദ്ധൻ എന്നോ ഒരു പേര് പറഞ്ഞുകൊണ്ട് കാര്യം ഇല്ല. നിത്യനൂതനം എന്നും പുതിയതാണ്. ആ ബുദ്ധൻ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധ കാണാമെന്ന് കരയാണ്. സങ്കടം താങ്ങാൻ കഴിയില്ല. ബുദ്ധൻ ആശ്വസിപ്പിച്ചു. ആശ്വസിപ്പിക്കല്ല, എന്താ ചെയ്യുക? കേരളത്തിലത്തെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു ഗുരുനാഥ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു, ഓരോരുത്തരുടെ വിഷമം കേൾക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? ആശ്വസിപ്പിക്കാന്നല്ലാതെ. വല്ലാതെ ആശ്വസിപ്പിക്കുമ്പോൾ പരിഹസിക്കാൻ തോന്നും. കാരണം പ്രാവർത്തികമല്ലാത്ത കാര്യമാണ് പറയുക. ബുദ്ധൻ പ്രാവർത്തികമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അത് പറയാൻ കാരണം. അത് ബുദ്ധനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മളും ഇന്ന് ആശ്വാസത്തിനായിട്ട് ആരെങ്കിലും വരുമ്പോൾ ആ വലിയ സെലിബ്രിറ്റി പറഞ്ഞത് ശരിയാണ്, നമ്മൾ എന്താ ചെയ്യുക? ആശ്വസിപ്പിക്കും. എന്തിനാ അമ്മ കരയുന്നത്? എനിക്ക് 20 മക്കളുണ്ട്. ആ, സന്തോഷമല്ലേ? ഒക്കെ സന്തോഷാണ്. അവർക്ക് മുഴുവൻ പേരക്കുട്ടികളുണ്ട്. 20 മക്കളും അവർക്ക് പേരക്കുട്ടികളും ഉണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ തെങ്ങിക്കരയാൻ കാരണം? അതിലത്തെ ഒരു പേരക്കുട്ടിക്ക് അസുഖം വന്ന് മരിച്ചുപോയി. 20 മക്കളുണ്ട്. 20 മക്കൾക്കും കല്യാണം കഴിഞ്ഞിട്ട് ആണായാലും പെണ്ണായാലും പേരമക്കളുണ്ട്. അതിലത്തെ ഒരു പേരക്കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ കരച്ചില് നിർത്തുന്നില്ല. ബുദ്ധൻ ചോദിച്ചു, ഈ ശ്രാവസ്തി എന്ന ഈ സ്ഥലത്ത് ജനസംഖ്യയുടെ അത്ര മക്കൾ അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മ സന്തുഷ്ടയാവുമോ? ആവും. അവരെ നോക്കാനൊക്കെ കെൽപ്പുണ്ടായാൽ എനിക്ക് വിഷമമില്ല. അവർക്കൊക്കെ പേരക്കുട്ടികളുണ്ട്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് സന്തോഷാവില്ലേ? എന്റെ പേരക്കുട്ടികളില്ല, അവരെ കാണുമ്പോൾ സന്തോഷം. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് പേരക്കുട്ടികളെ കാണുന്നതാണ്. അതിന്റെ കാരണം പ്രകൃതി ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റാ. ഈ പേരക്കുട്ടികളൊക്കെ വളർന്നു വരുന്നെങ്കിൽ മുതിർന്നവർക്ക് വാത്സല്യം തോന്നണം. അതിന് പ്രകൃതി ഉണ്ടാക്കിയ ഒരു ടെക്നിക്കാണിത്. വളരെ ദിവ്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷം. അതിലത്തെ ഒരു കുട്ടി മരിച്ചാലോ? ഞാൻ പറയണ അമ്മ കേൾക്കൂ. മരണത്തിനൊന്നും മോചനമില്ല. അങ്ങനെ ശ്രാവസ്തിയിലത്തെ ജനസംഖ്യയുടെ അത്ര മക്കളും പേരക്കുട്ടികളായിട്ട് ഒരു പേരക്കുട്ടിക്ക് മരണം സംഭവിച്ചാൽ വേദനിക്കും. ഇതാണ് മനുഷ്യ മനസ്സ്. അതിന് മാറ്റം ഇല്ല. എത്രമാത്രം കുറയുന്നുവോ അതാണ് സന്തോഷം. അമ്മ അത് മനസ്സിലാക്കും. ബുദ്ധൻ പറയുന്നത് ആനന്ദം കേട്ടുകൊണ്ടിരുന്നു. കൂടുതൽ എത്ര വരുന്നുവോ അത്രയും ദുഃഖത്തിന് കാരണം ആകും. സന്തോഷം എന്ന് പറയുന്നത് കുറയുമ്പോഴാണ്, കൂടുമ്പോൾ അല്ല. അവരെ ആശ്വസിപ്പിച്ചു. ബുദ്ധൻ കുറേയൊക്കെ പറഞ്ഞു. അവര് പോയി. ആനന്ദനും ബുദ്ധനുമായിട്ട് സംസാരിച്ച കാര്യം
നമുക്ക് നിത്യജീവിതമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ചിന്തിക്കാം. ബസ് കണ്ടക്ടർ ആയിരുന്ന ആള് സ്വന്തമായിട്ടൊരു ബസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കില്ലേ? വാടക വീട്ടിൽ താമസിക്കുന്ന ആൾ സ്വന്തം ഒരു വീട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ. ശരി, അയാൾ സ്വന്തം ബസ് വാങ്ങി, 2 ബസ്സായി, 3 ബസ്സായി. ഇപ്പൊ 16 ബസ് റൂട്ടിൽ ഓടുന്നു. എന്നോട് പറഞ്ഞ അതേ വരി പറയാണ്, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മനസ്സമാധാനമില്ല. ആ സമയത്തായിരിക്കും ആനക്കട്ടിക്ക് പോണ ബസ് എവിടെ ഇടിച്ചു എന്ന് പറയാം. എവിടെ വളർന്നത് കുറയുന്നു. അപ്പൊ ഒരു സംശയം, അതിന്റെ ഉത്തരം കൂടി ഇതിൽ പറയേണ്ട ബാധ്യതയുണ്ട്. നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. ജീവിച്ചിരിക്കുമ്പോ എല്ലാം കൂടണം. ചെയ്യണ്ടൊക്കെ ചെയ്തു, ഇനിയൊന്നും ചെയ്യില്ല, അതല്ല, കൂട്ടണം. പക്ഷേ സന്തോഷം കിട്ടുന്നത് ഈ കൂട്ടുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കുറവുള്ളവനാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ തെരുവില് ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരുത്തൻ, അവനാണോ ഏറ്റവും സന്തോഷിക്കുന്നത്? ശ്രദ്ധിക്കണം, അതല്ല ഇപ്പൊ പറഞ്ഞത്. ആ തെരുവിൽ കിടക്കുന്നവന്റെ അകത്ത് ദാരിദ്ര്യമാണ്. എനിക്ക് അത് വേണം, ഇത് വേണം, ഇത് മുഴുവൻ കിട്ടിയാൽ കൊള്ളാം, ലോകം മുഴുവൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയെ ഒരിടത്ത് വെച്ച് കണ്ടു, ഗോകർണത്ത് വെച്ച്. കുറെ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, രാമായണോ ഭാഗവതോ പുസ്തകമാണ്. ആ പുസ്തകം കണ്ടപ്പോൾ ഞാൻ ആ പുസ്തകം എടുത്തപ്പോൾ അതില് ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചത് അത് മാർക്ക് ചെയ്യാൻ വേണ്ടി, ഏതെങ്കിലും ഒരു ഭാഗം എടുക്കാൻ വേണ്ടി തൽക്കാലം നമ്മൾ അവിടെ ഒരു കടലാസം എന്തെങ്കിലും ചെയ്യല്ലോ, അതിന് ലോട്ടറി ടിക്കറ്റ് വെച്ചായിരിക്കും. രണ്ടാമത് നോക്കിയപ്പോൾ മറ്റന്നാളാണ് നറുക്കെടുപ്പ്. എൻ്റെ ഇദ്ദേഹം ഉപേക്ഷിച്ച ആളാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കുറവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും തോറും ലോകം മുഴുവൻ നമ്മുടേതാവും. ഏറ്റവും കുറച്ച് അപ്പൊ എന്ത് സംഭവിച്ചു? ഈ പ്രപഞ്ചം മുഴുവൻ ഈ വ്യക്തിയുടെയാവും. അവധൂതൻ, ആ അവസ്ഥ അതാണ്. ഇതിലാണ് കുറയുക എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ പണിയെടുക്കണ്ടെന്നോ 30 ദിവസം ജോലി ചെയ്യുമ്പോഴുള്ള ശമ്പളം കൊണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഒരു തത്വചിന്തയും പ്രാവർത്തികമല്ലാത്തൊരു കാര്യം പറയാറില്ല. ജീവിതത്തിൽ പ്രാവർത്തികമല്ലാത്തൊരു കാര്യവും പറയാൻ. ഭാര്യ മരിച്ചു, മകൻ വേറെ സ്ഥലത്ത്, ഒരു 4-5 വീടുള്ള ഒരു വ്യക്തി, മാസം 1.5 ലക്ഷം രൂപ പെൻഷനും കിട്ടും. ആ വ്യക്തി എന്നോട് സംഭാഷണ മധ്യേ സമ്പത്തിനോടുള്ള ആസക്തി ഓരോരുത്തർ കാണിക്കുന്ന കാര്യം, നമ്മളൊക്കെ അവനവന്റെ കാര്യമാണ്, വേറൊരാൾ ഇങ്ങനെയാണെന്ന് കൊണ്ട് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ പറഞ്ഞു, നാട്ടില് ഒരാൾ വിദേശത്താണ്, അയാളുടെ വീട് വിൽക്കാൻ പോവുകയാണ്. എന്തോ വർത്തമാന മധ്യേ പറഞ്ഞതും ആസക്തി ഇല്ലാത്ത വ്യക്തി, ആണോ ആ വീട് വിൽക്കാൻ പോവാ? അല്ല, ഞാൻ ആലോചിക്കുകയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ എതിരാണ്. അതിലേക്കൊരു നോട്ടമുണ്ട്, ഇയാളുടെ വീടിന്റെ അടുത്താണ്, കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അയാൾ ട്രാക്കൊന്ന് മാറ്റി പറയാണ്, അല്ല, എന്റെ മകള് എത്യോപ്യയിലുണ്ട്, അവർക്ക് ഇവിടുത്തെ വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. എത്യോപ്യയിലത്തെ മകൾ അപ്പൊ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അതും കൂടി സ്വന്തമാക്കണം എന്നാണ് ആഗ്രഹം. ഒരു തെറ്റുമില്ല, യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്റേതല്ല, ഇത് എന്റേതല്ല എന്ന ചിന്തയാണ് ഉയർത്തുന്നത്. വ്യക്തികൾ ഉയരണം, വളരണം, മനുഷ്യ സ്വഭാവമാണ്. ഒക്കെ സ്വന്തമാക്കുക എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണ്. പക്ഷെ അതിൽ മഹാന്മാരായ വ്യക്തികളുണ്ട്. മൊബൈൽ ഫോൺ പോലും അവരുടെ കയ്യിലുണ്ടാവില്ല. അവര് ഓരോന്നിലും ഇടപെടുന്നില്ല. വളരെ മാതൃകാപരമായിട്ട് ഉള്ള ഒരു കോൺട്രാക്ട് എനിക്കറിയാം. 2000 കോടി രൂപയുടെ
ബിസിനസ് നടത്തുന്നത്. അതൊന്നും എന്നോട് ചോദിക്കണ്ട, ഞാൻ ഇതൊക്കെ വിട്ടു. ലളിതാ സഹസ്രനാമം മാത്രമാണ് എന്റെ മാർഗം. മാതൃകാപരമായിട്ടുള്ള ആളുകൾ ഉണ്ട്. അങ്ങനെ വരുമ്പോ അമ്മ എത്ര മക്കളുണ്ടെങ്കിലും പേരക്കുട്ടി ഉണ്ടെങ്കിലും അതിലത്തെ ഒരു പേരക്കുട്ടിയുടെ മൂക്കിനൊരു വളവ് വരികയോ ഒരു പ്രശ്നം വരുമ്പോ ദുഃഖമുണ്ടാവും. അതിൽ നിന്ന് നാം വ്യാപ്തി നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന ചിന്ത. ഒരു കാര്യമുണ്ട്, അഥവാ വ്യക്തി ജീവിതത്തിൽ ഇത് കേൾക്കുന്നവര് പേരക്കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടോ നമ്മുടെ ബന്ധുവിന്റെ കാര്യത്തിൽ വിഷമം ഉണ്ടാവും. വിഷമം ഉണ്ടാവുമെങ്കിലും തത്വചിന്ത നമുക്ക് തരുന്നത് അതിൽ നിന്ന് മോചനം നേടി വ്യാപ്തി നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന ആലോചന നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. നല്ലതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.